എല്ലാവർക്കും PSC അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SCRTയുടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. SCRT ക്ലാസ് 6ൻ്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ 4 പാഠം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 5ാമത്തെ ചാപ്റ്ററാണ് സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും. ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ പേരിലേക്ക് എത്തുന്നത്. അപ്പോൾ PSC പഠിച്ചു തുടങ്ങിയവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു സഹായകമാകട്ടെ. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ചാപ്റ്റർ 5 സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയെ കണ്ടെത്തൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയായ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചെറിയ പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ പല നിറങ്ങളും ഭാഷകളും പാരമ്പര്യങ്ങളുമുള്ള രാജ്യമാണ്. വടക്ക് മഞ്ഞു മൂടിയ ഹിമാലയം മുതൽ തെക്ക് കടലോരങ്ങൾ വരെ ഓരോ പ്രദേശത്തിനും തനതായ സംസ്കാരമുണ്ട്. എണ്ണമറ്റ ഉത്സവങ്ങളുടെയും സംഗീതത്തിൻ്റെയും നാടാണ് നമ്മുടേത്. വ്യത്യസ്തങ്ങളായ നൃത്തരൂപങ്ങൾ ഓരോന്നും നമ്മുടെ ജനങ്ങളുടെ വ്യത്യസ്തമായ കഥകൾ പറയുന്നു. എന്നിരുന്നാലും ഈ വൈവിധ്യങ്ങൾക്കിടയിൽ മഹത് വ്യക്തികളായ ചിന്തകരുടെയും യോദ്ധാക്കളുടെയും ജീവിത കഥകളാൽ സമ്പന്നവും ശക്തവുമായ ഐക്യബോധം നാം പങ്കിടുന്നുണ്ട്. ഭിന്നതകളെ ഉൾക്കൊള്ളാനും വൈവിധ്യത്തിൽ ഐക്യം കണ്ടെത്താനുമുള്ള കഴിവിലാണ് ഇന്ത്യയുടെ ശക്തി കുടികൊള്ളുന്നത്. ഞാൻ പെട്ടെന്ന് വായിച്ചതാണ്, കാരണം അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല. ഇത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. ഈ പാരഗ്രാഫിൽ എന്തെല്ലാം വൈവിധ്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഷ, നിറം, പിന്നെ പാരമ്പര്യം, സംഗീതം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. പിന്നെ ഭൂപ്രകൃതിയിൽ തന്നെ പല വൈവിധ്യങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഉത്സവങ്ങളിൽ അങ്ങനെ പല രീതികളിലും വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗാനത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേട്ടിരിക്കുന്ന മിലേ സുർമേര തുമാര തോ സുർബനെ ഹമാര, എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമായി. ഇത് നമ്മൾ കേട്ടിരിക്കുന്നതാണ്. അത് വൈവിധ്യങ്ങളെക്കുറിച്ച് പറയുന്ന കുറച്ച് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു ലൈനിൻ്റെ ആ ഒരു മീനിങ് വരുന്ന ലൈനുകളാണ് എല്ലാം. അങ്ങനെ ഒരു ഗാനം ഉണ്ടാക്കിയതാണ്. ഇനി ഇവിടെ ഒരു വർക്കാണ് പിള്ളേർക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രോഷർ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്കത് സ്കിപ്പ് ചെയ്യാനൊന്നും വേണ്ട. ഇനി ഇവിടെ ഒരു രാജസ്ഥാനെ കുറിച്ചൊരു പറയുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നമ്മുടെ സ്കൂളിലെ വിശേഷങ്ങൾ? ഹരിയാലി തീജ് ആഘോഷിക്കാനാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് വന്നത്. ശ്രാവണ മാസത്തിലാണ് കേരളത്തിലെ ചിങ്ങമാസം ഞങ്ങൾ തീജ് ആഘോഷിക്കാറുള്ളത്. കേരളത്തിൽ ഓണത്തിന് ഊഞ്ഞാലിടാറുണ്ടല്ലോ. തീജാഘോഷത്തിന് ഞങ്ങളും ഇവിടെ ഊഞ്ഞാലിടാറുണ്ട്. പുതുവസ്ത്രങ്ങൾ, മധുരപലഹാരങ്ങൾ, ബന്ധുവീടുകളിലേക്കുള്ള വിരുന്നുപോക്ക്, അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായുണ്ട്. പുഷ്കർ മേളയും ഗജമേളയും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇത്തരം ആഘോഷവേളകളിൽ പുരുഷന്മാർ തലപ്പാവും കോട്ടുമാണ് ധരിക്കാറുള്ളത്. സ്ത്രീകൾ പാവാടയും ചോളിയും, അതായത് ബ്ലൗസും സാരിയും ധരിക്കാറുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ ഇനി നേരിട്ട് പറയാം. ഓണത്തിന് മുന്നേ ഞാനങ്ങെത്തും. ഞങ്ങൾ പാകം ചെയ്ത ഇവിടുത്തെ സ്പെഷ്യൽ മധുര പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവരാം. ഇതൊരു ലെറ്ററാണ്. പക്ഷേ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഹരിയാലിയിലാണ് ഏതാഘോഷം നടക്കുന്നത്? തീജ് ആഘോഷിക്കുന്നത്. തീജ് എന്ന ആഘോഷം നടക്കുന്നത് ഹരിയാലിയിലാണ്. ശ്രാവണ മാസത്തിലാണ് തീജ് ആഘോഷിക്കുന്നത്. ശ്രാവണ മാസം, അതായത് കേരളത്തിലെ ചിങ്ങമാസത്തിൽ, കേരളത്തിലെ ഓണം ആഘോഷിക്കുന്ന അതേ സമയത്താണ് എന്താഘോഷിക്കുന്നത്? തീജ് ആഘോഷിക്കുന്നത്. കേരളത്തിൽ ഓണത്തിന് ഊഞ്ഞാലിടാറുണ്ട്. അതുപോലെ തന്നെ തീജ് ആഘോഷത്തിന് ഊഞ്ഞാലിടാറുണ്ട്. പുതുവസ്ത്രങ്ങൾ, മധുരപലഹാരം, ബന്ധുവീടുകളിലേക്കുള്ള വിരുന്നുപോക്ക്, ഇതെല്ലാം ഉണ്ട്. കൂടാതെ പുഷ്കർ മേളയും ഗജമേളയും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. പുഷ്കർ മേള, ഗജമേള ആഘോഷിക്കുന്നതാണ് ഈ തീജ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട്. ആഘോഷത്തിൽ പുരുഷന്മാർ തലപ്പാവും കോട്ടും ധരിക്കുന്നു. സ്ത്രീകൾ പാവാടയും ചോളിയും, അതായത് സാരിയും ധരിക്കുന്നു. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഓണത്തോട് സാമ്യമുള്ള എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിലെ തീജ് ആഘോഷത്തിലുള്ളത്? രാജസ്ഥാനിലെ തീജ് ആഘോഷത്തിന് എന്തെല്ലാം ഓണത്തോട് സാമ്യമുണ്ട്? നമ്മളിപ്പോൾ പറഞ്ഞു എന്തെല്ലാണെന്ന്. ഊഞ്ഞാലിടുന്നു, പുതുവസ്ത്രം, മധുരപലഹാരം, ബന്ധുവീടുകളിലേക്കുള്ള പോക്ക്,
ഇത്രയുണ്ട്. വ്യത്യസ്തമായിട്ട് എന്തെല്ലാം ഉണ്ട്? കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുഷ്കർ മേള, ഗജമേള, പിന്നെ പുരുഷന്മാരാണെങ്കിൽ തലപ്പാവും കോട്ടും ഇടുന്നു, സ്ത്രീകളാണെങ്കിൽ പാവാടയും ചോളിയും സാരിയും ധരിക്കുന്നു. ഇത്രയാണ് ഉള്ളത്. ഇവിടെ ഒരു കുട്ടികൾക്കായി എൻ്റെ നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം. നമ്മുടെ ഭക്ഷണം, വേഷം, ഭാഷ തുടങ്ങിയവ ചേർന്നാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും സംസ്കാരം എന്ന് പറയാം. നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഭക്ഷണം, വേഷം, ഭാഷ മാത്രമല്ല, നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൂടിയും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം. മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും സംസ്കാരം എന്ന് പറയാം. E.B. ടൈലർ 1871 പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിലെ ആദ്യ വരികളിൽ സംസ്കാരത്തെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു: സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം. എങ്ങനെയാണ്? സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായം, മറ്റു കഴിവുകൾ, ശീലങ്ങൾ ഇവയെല്ലാം ചേർന്ന ആകെത്തുകയാണ് സംസ്കാരം എന്ന് ആരാണ് പറഞ്ഞത്? E.B. ടൈലർ പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിൽ. E.B. ടൈലർ പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിൽ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഇങ്ങനെ തന്നെ കൊടുത്തിട്ട് ചോദിക്കാം, ഇത് ആരുടെ പുസ്തകം എന്നോ അല്ലെങ്കിൽ ഇത് ഏത് ഭാഗത്ത് നിന്ന്, ഏത് ടെക്സ്റ്റിൽ നിന്ന് എടുത്തതാണെന്നോ. പ്രിമിറ്റീവ് കൾച്ചറാണ്, E.B. ടൈലറുടെ ടെക്സ്റ്റാണെന്ന് ഓർത്തിരിക്കുക. സംസ്കാരമാണ് മനുഷ്യരെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓരോ വ്യക്തിയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത്. സാമൂഹീകരണ പ്രക്രിയയിലൂടെയാണ് ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുന്നത്. എന്താണ് സാമൂഹീകരണം? സോഷ്യലൈസേഷൻ. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണം, ഇടപെടണമെന്ന് പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ. ഇത് ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഏതെല്ലാമാണ്? കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ ഇവയെല്ലാം സോഷ്യലൈസേഷന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. കല, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം എന്നിവയെല്ലാം സംസ്കാരത്തിൻ്റെ വിവിധ ഘടകങ്ങളാണ്. എന്തൊക്കെയാണ് സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ പറഞ്ഞിരിക്കുന്നത്? കല, സംഗീതം, സാഹിത്യം, തത്വചിന്ത, മതം, ശാസ്ത്രം ഇവയെല്ലാം സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണ്. ഇവയെല്ലാം മനുഷ്യനിർമ്മിതമല്ലേ? അതിനാലാണ് സംസ്കാരം മനുഷ്യനിർമ്മിതമാണെന്ന് കരുതുന്നത്. സംസ്കാരത്തിൽ ഭൗതികവും ഭൗതിക ഇതരവുമായ ഘടകങ്ങളുണ്ട്. സംസ്കാരം എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. സ്റ്റേറ്റ്മെൻറ്റ് വരാം, സംസ്കാരം മനുഷ്യനിർമ്മിതമാണ്. സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതരവുമായ ഘടകങ്ങളുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ മുതലായവയെല്ലാം ഭൗതിക സംസ്കാരത്തിലും, എന്നാൽ പ്രകടനമായി കാണാനാവാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ ഇതെല്ലാം പ്രകടമായി കാണാനാവാത്തതാണ്, രൂപമില്ലാത്തതാണ്. ഇതെല്ലാം ഭൗതിക ഇതര സംസ്കാരത്തിൻ്റെയും ഘടകങ്ങളാണ്. ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തേക്കുവാണ്. മലയാളം, ഷർട്ട്, പുസ്തകം, മതവിശ്വാസം, പാത്രങ്ങൾ, വീട്, ബാഗ്, സ്നേഹം, വാച്ച്, ഫോണ്, മൺവെട്ടി, ബഹുമാനം, ജ്ഞാനം. ഇതിലേതെല്ലാം ഭൗതിക സംസ്കാരവും ഭൗതിക ഇതര സംസ്കാരവും എന്നാണ്. മലയാളം ഏതിലാണ് പെടുന്നത്? അത് ഭൗതിക സംസ്കാരമല്ല, കാണാൻ കഴിയുന്നതുമല്ല, തൊടാൻ കഴിയുന്നതൊന്നുമല്ല, അല്ലേ, രൂപമുള്ളതൊന്നുമല്ല. അപ്പോൾ അതെന്താണ്? ഭൗതിക ഇതര സംസ്കാരത്തിൽ പെടുന്നതാണ് മലയാളം എന്ന് പറയുന്നത്. അതൊരു വിശ്വാസം അല്ലെങ്കിൽ ആശയമാണത്. ഷർട്ട് എന്ന് പറയുന്നത്
ഷർട്ട് ഭൗതിക സംസ്കാരമാണ്. പുസ്തകം ഭൗതിക സംസ്കാരമാണ്. മതവിശ്വാസങ്ങൾ അത് ഭൗതികേതര സംസ്കാരമാണ്. പാത്രങ്ങൾ ഭൗതിക സംസ്കാരമാണ്. വീട്, ബാഗ് ഭൗതിക സംസ്കാരമാണ്. സ്നേഹം എന്ന് പറയുന്നത് ഭൗതികേതര സംസ്കാരമാണ്. വാച്ച്, ഫോൺ, മൺവെട്ടി ഭൗതിക സംസ്കാരത്തിൽ പെടുന്നതാണ്. ബഹുമാനം, ജ്ഞാനം ഇവയെല്ലാം ഭൗതികേതര സംസ്കാരത്തിൽ പെടുന്നതാണ്. ഇവിടെ സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ എന്നും പറഞ്ഞ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആശയപടം, സംസ്കാരം, അതിൻ്റെ ഘടകങ്ങൾ, വിവിധ ഘടകങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഭാഷ, പാരമ്പര്യം, കല, ആചാരം, പെരുമാറ്റം, പ്രതീകം, ഭക്ഷണം, വേഷം, വിശ്വാസം, ആഘോഷം. ഇത് സിമ്പിളാണെന്ന് കരുതരുത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം, വേറെ ഘടകങ്ങൾ എടുത്തിടാം. സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ എന്നും പറഞ്ഞ് SCERT-യിലുള്ള ഘടകങ്ങളാണ് അവർ മാർക്ക് തരുള്ളൂ. അപ്പോൾ ഇത് സംസ്കാരം അല്ലേ എന്ന് ചോദിച്ചാൽ SCERT ആണ് തെളിവ്. സംസ്കാരത്തിൻ്റെ ഘടകങ്ങളിൽ പെടുന്നത് ഇവയൊക്കെയാണ്. ഇതിനപ്പുറത്തുനിന്ന് ഒരു ഘടകം എടുത്തിട്ടാൽ അത് പറ്റത്തില്ല. അത് അപ്പോൾ നോക്കിക്കേ, സംസ്കാരം, ആഘോഷം, ഭാഷ. ആഘോഷം എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഉറപ്പായി പഠിച്ചു വെക്കണം. ഭാഷ എന്ന് പറയുന്ന സംസ്കാരത്തിൽ പെടുന്നതാണ്. പാരമ്പര്യം, അതെ. കല, ആചാരം, പെരുമാറ്റം സംസ്കാരമാണ്. പ്രതീകം എന്ന് പറയുന്നത് സംസ്കാരത്തിൽ പെടുന്നതാണ്. ഭക്ഷണം ഒരു സംസ്കാരത്തിൽ പെടുന്നതാണ്. വേഷം, വിശ്വാസം ഇതെല്ലാം സംസ്കാരത്തിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഘടകങ്ങളാണെന്ന് പറയാം. വിശ്വാസം, വേഷം, ഭക്ഷണം, പ്രതീകം ഓർത്തിരിക്കണം. ബാക്കി പെരുമാറ്റം, ആചാരം, കല, പാരമ്പര്യം, ഭാഷ, ആഘോഷം ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. പ്രതീകം ഓർത്തിരിക്കുക. അടുത്തത്, ലോകത്താകമാനം വൈവിധ്യമാർന്ന സമൂഹങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സംസ്കാരവും വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. അനേകം മത, ജാതി, ഗോത്ര വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ഓരോ വിഭാഗത്തിനും തനതായ പാരമ്പര്യവും സംസ്കാരവുമുണ്ട്. അതുപോലെ വൈവിധ്യമാർന്ന ഭാഷകളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകളുണ്ട്? നമ്മുടെ കറൻസി നോട്ടിൽ 17 ഭാഷകളാണുള്ളത്. നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകളുണ്ട്? 17 ഭാഷകളാണുള്ളത്. ഇനി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? ഈ 17 ഭാഷകളിൽ 15 എണ്ണമാണ് നമ്മുടെ ഇതിൻ്റെ മറുപുറത്ത് ഭാഷകളായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 15 എണ്ണം. ബാക്കി ഇവിടെ ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ ചേർത്തിട്ടാണ് 17 എന്ന നമ്പർ പറയുന്നത്. നമ്മുടെ കറൻസി നോട്ടിൽ ആകെ എത്ര ഭാഷകളുണ്ടെന്ന് ചോദിച്ചാൽ 17 ആണ്. പക്ഷെ അതിൽ ഭാഷ എന്നും പറഞ്ഞ് ഇപ്പം വിവിധ ഭാഷകളിൽ അവർ പേരെഴുതിയിട്ടുണ്ട്. അത് 15 എണ്ണം മാത്രമാണ്. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകൾ എത്ര എണ്ണം ഉണ്ട്? അത് 22 എണ്ണമാണുള്ളത്. അത് 22 ഭാഷകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രാമത്തെ ഷെഡ്യൂളാണ്? 8ാമത്തെ ഷെഡ്യൂളിൽ. ഇനി ഇതിൽ ഏതൊക്കെയാണെന്നാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്. ഇത്രയുമാണ് നമ്മുടെ ഇതിൽ കറൻസി നോട്ടിലുള്ള ഭാഷകൾ. ഇതിൽ ഹിന്ദി ഇംഗ്ലീഷും ഒഴിച്ച് ബാക്കിയെല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്. റുപ്പീസിൻ്റെ നെയിം ആ ഒരു രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇംഗ്ലീഷും ഹിന്ദിയും വരുന്നത് ഈ ഒരു 2 രീതിയിൽ എഴുതിയിരിക്കുന്ന കാരണമാണ്. ബാക്കിയെല്ലാം 15 ഭാഷകളിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദി ഇംഗ്ലീഷും കൂടെ കൂട്ടിയാണ് 17. ഇനി 22 ഭാഷകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ വരുന്ന ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇല്ല. അതോർത്തിരിക്കുക. ഭരണഘടനയിൽ ഇംഗ്ലീഷ് ചേർത്തിട്ടില്ല. പകരം മണിപ്പൂരി, സിന്ധി, ബോഡോ, സന്താലി, മൈഥിലി, ഡോഗ്രി ഇത്രയും ഭാഷകളാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ ഒരു ചെറിയ ബുക്കിൽ SCERT നോട്ട്സ് എന്നും പറഞ്ഞ് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക, പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർക്ക് അതിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇല്ലാത്തവർ SCERT നോട്ട്സ് എന്ന ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോയിൻറ്റ്സ് ഉണ്ടാവും, അറിയില്ലാത്ത പോയിൻറ്റ്സ് ഉണ്ടാവും. അറിയില്ലാത്ത പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. അറിയുന്ന എല്ലാ പോയിൻറ്റ്സും കൂടെ എഴുതണമെന്നില്ല. അപ്പോൾ അറിയില്ലാത്ത പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ച് ഓർത്തിരിക്കുക, പഠിക്കുക, റിവിഷൻ ചെയ്യുക.
ഇവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്, നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന്. സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. കൾച്ചർ ഈസ് ലേൺഡ്. സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം. നിങ്ങൾ വിദ്യാലയങ്ങളിൽ ഓണം ആഘോഷിക്കാറുണ്ട്. ഓണാഘോഷത്തിനായി എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്താറുള്ളത്? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? അപ്പോൾ എന്താണ് സംസ്കാരം എന്ന് പറയുന്നത്? പഠിച്ചെടുക്കുന്നതാണ്. സംസ്കാരം ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നല്ല. കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവയുമായുള്ള ഇടപെടലുകളിലൂടെ നടക്കുന്ന സാമൂഹീകരണ പ്രക്രിയ വഴി നാം ആർജിച്ചെടുക്കുന്നതാണ് സംസ്കാരം. മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയെന്ന് നാം കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, സമൂഹം എന്നിവിടങ്ങളിൽ നിന്നും പഠിക്കുന്നു. സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരം പ്രധാന പങ്കുവഹിക്കുന്നു. ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സ്വസംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്. എന്താണ് സ്വസംസ്കാരം ആർജിക്കൽ? അതായത് ഒരു വ്യക്തി ആർജിക്കുക, ഇതിലെ വാക്കിൽ നിന്ന് തന്നെ നമുക്കത് എഴുതാവുന്നേ ഉള്ളൂ. സ്വന്തമായിട്ട് സംസ്കാരം ആർജിക്കുക. ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സ്വസംസ്കാരം ആർജിക്കൽ. അപ്പോൾ എന്താണ്? സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് ജന്മസിദ്ധമായി കിട്ടുന്നതല്ല, സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. സംസ്കാരം പങ്കുവെക്കുന്നതാണ് അടുത്ത പോയിൻ്റാണ്. അതായത് സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർ ഒത്തുചേരുന്ന അനുഭവം കൂടിയാണ് എന്ത്? ഓണം. നിലത്തിരുന്ന് വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള പൊതു പാരമ്പര്യങ്ങൾ ഓണത്തിൻ്റെ ഭാഗമാണ്. അത് ഐക്യബോധവും സാമൂഹിക പങ്കാളിത്തവും വളർത്തുന്നു. ഭക്ഷണത്തിലൂടെയും ആഘോഷ ചടങ്ങുകളിലൂടെയും സംസ്കാരം കൂട്ടായി സ്വീകരിക്കുകയും കൈമാറുകയും ചെയ്യുന്നു. ഇപ്രകാരം സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ സംസ്കാരം പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്നു. അപ്പോൾ അതാണ് സമൂഹത്തിലെ. അപ്പോൾ എന്താണ്? സംസ്കാരം പങ്കുവെക്കുന്നതാണ്. സംസ്കാരം എന്ന് പറയുന്നത് പങ്കുവെക്കുന്നതാണ്. സംസ്കാരം എങ്ങനെയാണ്? പഠിച്ചെടുക്കുന്നതാണ്. സംസ്കാരം പ്രതീകാത്മകമാണ്. നമ്മുടെ ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന എന്തെല്ലാം പ്രതീകങ്ങളുണ്ട്? ദേശീയ ഗാനമുണ്ട്, പിന്നെ എന്താണ്? ദേശീയ ചിഹ്നമുണ്ട്, പിന്നെ ദേശീയ സ്മാരകങ്ങളുണ്ട്, അങ്ങനെ ദേശീയ പതാകയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അല്ലേ? ദേശീയതയെ പ്രതിനിധീകരിക്കുന്ന പ്രതീകങ്ങളുണ്ട്. അപ്പോൾ എന്താണ്? പ്രതീകാത്മകമാണ്. സംസ്കാരം പ്രതീകാത്മകമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം, എന്താണ്? സംസ്കാരം പ്രതീകാത്മകമല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സംസ്കാരം പ്രതീകാത്മകമാണ്. ഇന്ത്യൻ ദേശീയതയുടെയും സംസ്കാരത്തിൻ്റെയും ചില പ്രതീകങ്ങളാണിവ. ദേശീയഗാനം, ദേശീയ പതാക, ദേശഭക്തിഗാനം എന്നിവ നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം ദേശീയതയാണ്. ദേശീയത ദേശസ്നേഹത്തെയും ദേശീയ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇതുപോലെ ഭാഷ, ആംഗ്യങ്ങൾ, മുതിർന്നവരെയോ അതിഥികളെയോ കാണുമ്പോൾ കൈകൂപ്പുന്നത്, വസ്തുക്കൾ, സ്മാരകങ്ങൾ, മതചിഹ്നങ്ങൾ തുടങ്ങിയ പ്രതീകങ്ങൾ സംസ്കാരത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഈ പ്രതീകങ്ങൾ സംസ്കാരത്തെയും മൂല്യങ്ങളെയും പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്തത്, സംസ്കാരം ചലനാത്മകമാണ്. സംസ്കാരം ചലനാത്മകമാണ്. വിവാഹ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ കൊച്ചുമക്കളോടും കൂട്ടുകാരോടും മുത്തശ്ശി വിവാഹാഘോഷത്തിൽ വന്ന മാറ്റങ്ങൾ പങ്കുവയ്ക്കുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊക്കെ പരിചയമുള്ളൊരു കാര്യം. സംസ്കാരം ചലനാത്മകമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് വിവാഹങ്ങൾ വളരെ ലളിതമായിരുന്നു. അപ്പം മുത്തശ്ശി പറയുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വിവാഹം നടന്നത് വീട്ടുമുറ്റത്തൊരുക്കിയ പന്തലിൽ വെച്ചായിരുന്നു. അടുത്ത ബന്ധുക്കളെയും കുടുംബക്കാരെയും മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ. എൻ്റെ ബന്ധുക്കൾ ചേർന്നാണ് ഭക്ഷണം പാചകം ചെയ്തത്. വിവാഹ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കുമായിരുന്നു അന്നത്തെ കാലത്ത് ശ്രദ്ധ കൂടുതൽ. എന്നാൽ എൻ്റെ കൊച്ചുമകളുടെ വിവാഹം ഒരു ഉത്സവം തന്നെയാണ്. മനോഹരമായി അലങ്കരിച്ച അതിവിശാലമായ ഓഡിറ്റോറിയം, വേദിയിൽ നിറയെ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും. ഞങ്ങളുടെ കാലത്ത് വിവാഹത്തിന് ഒരൊറ്റ ദിവസത്തെ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് മഞ്ഞൾ കല്യാണം, മൈലാഞ്ചിയിടൽ തുടങ്ങി വിവാഹത്തിന് മുമ്പ് തന്നെ എന്തെല്ലാം പുതിയ ആഘോഷങ്ങളാണ്. വിവാഹത്തിൻ്റെ നടത്തിപ്പിന് തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ. ഈവൻറ്റ് മാനേജ്മെൻറ്റ് സംഘമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്നത്. പാചകത്തിനും ഭക്ഷണം വിളമ്പാനും പ്രത്യേക സംഘം തന്നെ ഉണ്ട്. എനിക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത വിഭവങ്ങൾ സദ്യയിലുണ്ടായിരുന്നു. ലളിതമായ ചടങ്ങിൽ നിന്നും വിവാഹ രീതികൾ എത്രമാത്രം മാറിയിരിക്കുന്നു. ഞാനിത് സ്പീഡിന് വായിക്കാൻ കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ. നമുക്കതിൽ നിന്ന് പഠിക്കാനായിട്ട് ഒന്നുമില്ല.
ചലനാത്മകമാണ് എന്നാണ് പറഞ്ഞത്. പോയിന്റ് എങ്ങനെയായിരുന്നു? സംസ്കാരം ചലനാത്മകമാണ്. എന്താണെന്ന് നോക്കാം. വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആർഭാടങ്ങളുടെ ഭാഗമായി ധാരാളം പുതിയ തൊഴിൽ മേഖലകൾ വികസിച്ചു വരുന്നു. ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭ്യമാകുകയും ചെയ്യുന്നു. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിവാഹം പോലുള്ള ചടങ്ങുകൾ ആർഭാടമായി നടത്തുന്നതിന് പകരം വളരെ ലളിതമായി നടത്തുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലളിതമായ ചടങ്ങുകളിൽ നിന്നും അതിസങ്കീർണവും ചെലവേറിയതുമായ ആഘോഷങ്ങളിലേക്ക് വിവാഹങ്ങൾ മാറിയിരിക്കുന്നു. എന്നിരുന്നാലും വിവാഹത്തിൻ്റെ ആചാരങ്ങൾ മാറ്റങ്ങളോട് കൂടി പിന്തുടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെ സംസ്കാരം ഒരേ സമയം പാരമ്പര്യത്തെയും ആധുനികതയെയും ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്താണ്? മാറ്റങ്ങൾക്ക് വിധേയമാണ്. സംസ്കാരം എന്ന് പറയുന്ന മാറ്റങ്ങൾക്ക് വിധേയമാണ്. കാരണം പാരമ്പര്യ വിവാഹത്തിൻ്റെ ചടങ്ങുകളും എല്ലാം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ചെലവേറുന്നതും ആഘോഷങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തുന്നത്. അതിൻ്റെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ആധുനികതയെയും ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്ന് പറയുന്നു. സംസ്കാരം സാമ്പ്രദായികമാണ്. വടക്കൻ കേരളത്തിലെ തെയ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങ്. അങ്ങനെ പോയി കോലം കെട്ടണമെന്ന് ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് അടയാളം കൊടുക്കൽ. തെയ്യം കെട്ടുന്നയാൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കണം. 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുണ്ട്. വർഷത്തിൽ ഒരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. വർഷത്തിൽ ഒരിക്കൽ കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നു. ആധുനിക കാലത്തും നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സാംസ്കാരിക പൊലിമയും വിളിച്ചോതുന്ന ഗ്രാമക്കാഴ്ചകളാണ്. അപ്പോൾ തെയ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ തെയ്യത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട സമ്പ്രദായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ സമ്പ്രദായം നമ്മൾ പറഞ്ഞു, ആ തെയ്യം കെട്ടുന്ന ആൾക്ക് കോലം കെട്ടുന്നത് ഏൽപ്പിക്കാൻ പോകുമ്പോൾ ആ ഒരു ചടങ്ങിന് പറയുന്ന പേരാണ് അടയാളം കൊടുക്കൽ എന്ന് പറയുന്നത്. പിന്നെ വ്രതമെടുക്കുന്നുണ്ട്. ഒരു ദിവസം മുതൽ 1 അല്ലെങ്കിൽ 7 ദിവസം വരെയൊക്കെ വ്രതമെടുത്തിട്ടാണ് തെയ്യമാടുന്ന ആൾ തെയ്യം കളിക്കുന്നത്. പിന്നെ എവിടെയാണ് കളിക്കുന്നത്? കാവുകളിലാണ് കളിക്കുന്നത്. കാവുകളിൽ വർഷത്തിൽ ഒരിക്കൽ, കാവുകളിലും മറ്റുമാണ്, കാവുകളിലും ക്ഷേത്രങ്ങളിലും, കാവുകളിലും മറ്റൊന്നാണ്. അപ്പോൾ കാവുകളിലും മറ്റും വർഷത്തിലൊരിക്കൽ കളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. തെയ്യം പോലുള്ള നിരവധി അനുഷ്ഠാന കലകൾ കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിരവധി സാമ്പ്രദായിക രീതികൾ നിലനിൽക്കുന്നുണ്ട്. അവ പൂർവികരിൽ നിന്ന് പുതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ് സംസ്കാരം സാമ്പ്രദായികമാണ് എന്നതിനെയാണ് പറയുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് സാമ്പ്രദായികമാണ്. അതായത് പല കലകളും സംസ്കാരത്തിൽ പെടുന്ന ഒരു ഘടകമാണല്ലോ കലകളെല്ലാം. അപ്പോൾ ആ പല കലകളും അനുഷ്ഠാന കലകളൊക്കെ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അത് നിരവധി സാമ്പ്രദായിക രീതികൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. തെയ്യം പോലുള്ള പല സാമ്പ്രദായിക രീതികളും. അതായത് സംസ്കാരം സാമ്പ്രദായികമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. ഒന്നാമത്തെ പോയിന്റ്, പഠിച്ചെടുക്കുന്നു. സാമ്പ്രദായികമാണ്, പ്രതീകാത്മകമാണ്, പങ്കുവെക്കുന്നതാണ്, ചലനാത്മകമാണ്. അപ്പോൾ ഈ ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. സംസ്കാരത്തിൻ്റെ സവിശേഷതകളാണ് പഠിച്ചെടുക്കുന്നതാണ്, സാമ്പ്രദായികമാണ്, പ്രതീകാത്മകമാണ്, പങ്കുവെക്കുന്നതാണ്, ചലനാത്മകമാണ്. ഇനി എന്തെല്ലാം സാംസ്കാരിക മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവരുന്നതെന്നാണ്. സംസ്കാരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ. സംസ്കാരം ചലനാത്മകമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എല്ലാ സമൂഹത്തിനും സംസ്കാരമുണ്ട്. സമൂഹത്തിലെ അംഗങ്ങളുടെ വഴികാട്ടിയാണ് സംസ്കാരം. സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ ഓരോ സമയത്തും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. നമ്മുടെ ഭക്ഷണ രീതിയിലും വസ്ത്രധാരണത്തിലും കുടുംബ ബന്ധങ്ങളിലും വിദ്യാഭ്യാസത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതിനുദാഹരണമാണ്. ഭൗതികേതര സംസ്കാര ഘടകങ്ങളിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തെയാണ് സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. സാംസ്കാരിക മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഭൗതികേതര സംസ്കാര ഘടകങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു.
കാണാൻ കഴിയുന്നതും തൊടാൻ കഴിയുന്നതും രൂപമുള്ളതും ഒക്കെയാണ് ഭൗതികം എന്ന് പറയുന്നത്. ഭൗതികേതരം എന്ന് പറഞ്ഞാൽ ചില വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, പിന്നെ ആശയങ്ങൾ, ഇതെല്ലാം എന്താണ്? ഭൗതികേതരമാണ്. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ, കാലാകാലങ്ങളായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത്. സാംസ്കാരിക വ്യാപനം എന്താണെന്ന് പറയുന്നുണ്ട്. ഈ സാംസ്കാരിക മാറ്റങ്ങൾ 3 രീതികളിലാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അതിലൊന്നാണ് സാംസ്കാരിക വ്യാപനം. എന്താണെന്ന് നോക്കാം. ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം. വ്യത്യസ്ത സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റ് സംസ്കാരങ്ങളിലേക്കും തിരിച്ചും ഈ വ്യാപനം സംഭവിക്കാം. കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ ഭക്ഷണ വിഭവങ്ങൾ ഇവിടെയും സുലഭമായി ലഭിക്കാൻ തുടങ്ങി. പാനിപൂരി, പനീർ ടിക്ക, ദാല്, മഖനി തുടങ്ങിയ ഉദാഹരണങ്ങളാണ്. വസ്ത്രം, ഭാഷ, ആഘോഷം തുടങ്ങിയവയിലും മാറ്റങ്ങൾ പ്രകടമാണ്. ഇത്തരത്തിൽ വിവിധ സംസ്കാരങ്ങൾ സൗഹൃദപൂർവ്വം ഇടപഴകുമ്പോഴാണ് സാംസ്കാരിക വ്യാപനം സംഭവിക്കുന്നത്. സൗഹൃദപൂർവ്വം, അതാണ് സാംസ്കാരിക വ്യാപനം. എന്താണ്? അതായത് ഒരു സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നു, സൗഹൃദപൂർവ്വം ഇടപഴകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാംസ്കാരിക വ്യാപനം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, അന്യസംസ്കാരം ആർജിക്കൽ. അടുത്ത ഒരു സാംസ്കാരിക മാറ്റമാണ് അന്യസംസ്കാരം ആർജിക്കൽ. നോക്കിക്കേ, മറ്റൊരു സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് അന്യസംസ്കാരം ആർജിക്കുക എന്ന് പറയുന്നത്. മറ്റൊരു സംസ്കാരത്തിൻ്റെ സ്വാധീനത്താൽ സ്വന്തം സംസ്കാരത്തിൽ ഭാഗികമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേസമയം സ്വന്തം സംസ്കാരത്തിൻ്റെ പല ഘടകങ്ങളും നിലനിർത്തുകയും ചെയ്യുന്നു. അതിനെയാണ് അന്യസംസ്കാരം ആർജിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരു തീജ് ആഘോഷത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതോടൊപ്പം ഓണം ആഘോഷിക്കുന്നുണ്ട് ആ കുട്ടി. അതാണ് പറയുന്നത്, സ്വന്തം സംസ്കാരം പഠിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്യസംസ്കാരം ആർജിക്കുക. അടുത്തത് സാംസ്കാരിക സാംശീകരണം. ഒരു ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്കും പ്രബല സംസ്കാരത്തിലേക്കും ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സാംശീകരണം എന്ന് പറയുന്നത്. ഇതിലൂടെ ഒരു സംസ്കാരത്തിൻ്റെ തനത് പ്രത്യേകതകൾ ക്രമേണ നഷ്ടമാവുകയും മറ്റൊരു സംസ്കാരത്തിൻ്റെ രീതികൾ അതിന് പകരം വരികയും ചെയ്യുന്നു. അതായത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ഇടപഴകുമ്പോൾ ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകതകളെല്ലാം നഷ്ടപ്പെട്ട് അതിന് പകരം അതേ സ്ഥാനത്തേക്ക് മറ്റേ സംസ്കാരത്തിൻ്റെ രീതികൾ വന്നു ചേരുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാംസ്കാരിക സാംശീകരണം എന്ന് പറയുന്നത്. വ്യത്യസ്ത സംസ്കാരങ്ങൾ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്നവ സാംസ്കാരിക മാറ്റങ്ങളാണ് അന്യസംസ്കാരം ആർജിക്കലും സാംസ്കാരിക സാംശീകരണവും. എന്നാൽ ഒരു പ്രബല സംസ്കാരവുമായി വ്യക്തികൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിൽ ഇവ രണ്ടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതായത് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആ തീജ് ആഘോഷിച്ച കുട്ടിയുടെ ഇതാണ് പറയുന്നത് കേട്ടോ. റിതിയുടെ കുടുംബം കേരളത്തിൽ താമസമാക്കിയെങ്കിലും അവരുടെ സ്വന്തം സംസ്കാര രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ പ്രബല സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നു. കാരണം ആ കുട്ടി തീജ് ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയി, രാജസ്ഥാനിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അതായത് സ്വന്തം സംസ്കാര രീതികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ സംസ്കാരവുമായിട്ട് അഡ്ജസ്റ്റ് ആവുന്നു. വ്യക്തികളോ സംഘങ്ങളോ തങ്ങളുടെ സ്വന്തം സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രബല സംസ്കാരവുമായി പൊരുത്തപ്പെടുകയാണെങ്കിൽ അതാണ് അന്യസംസ്കാരം ആർജിക്കുക എന്ന് പറയുന്നത്. ഇനി സാംസ്കാരിക സാംശീകരണം എന്താണെന്ന് നോക്കാം. ബിനുവും കുടുംബവും സ്വന്തം സംസ്കാര രീതികളിൽ നിന്നും മാറി ഓസ്ട്രേലിയയിലെ പ്രബല സംസ്കാര രീതികൾ സാംശീകരിക്കുന്നു. വ്യക്തികളോ സംഘങ്ങളോ പ്രബല സംസ്കാരത്തിലേക്ക് പൂർണ്ണമായും ആഗീരണം ചെയ്യപ്പെടുമ്പോഴാണ് സാംസ്കാരിക സാംശീകരണം സംഭവിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് കുടിയേറി പാർത്ത് അവിടെ തന്നെ സ്ഥിരമായിട്ട് സെറ്റിൽഡായിട്ട് അവിടുത്തെ പൗരത്വമൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്നവരുണ്ട്. അത് നമ്മുടെ സംസ്കാരത്തെ നഷ്ടപ്പെടുത്തിയിട്ട് അവിടുത്തെ സംസ്കാരം നിലനിർത്താൻ, അവിടുത്തെ സംസ്കാരം അതിന് പകരം കൊണ്ടുവരുന്നതാണ് ചെയ്യുന്നത്. അതാണ് സാംസ്കാരിക സാംശീകരണം എന്ന് പറയുന്നത്. പക്ഷേ ഇവർ അന്യസംസ്ഥാനക്കാരെന്ന് പറയുമ്പോൾ അവർ ഇവിടെ ജോലിക്ക് വേണ്ടിയൊക്കെ വരുന്നതാണ്. അവർ ജോലിക്ക് വേണ്ടി വന്ന് ഇവിടുത്തെ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടെങ്കിൽ അവരവിടെ പോയി അവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് അന്യസംസ്കാരം ആർജിക്കുക എന്ന് പറയും. അപ്പോൾ ഇത് ചോദിച്ചിട്ട് ഇതിലേതാണ് അന്യസംസ്കാരം ആർജിക്കുക, സാംസ്കാരിക സാംശീകരണം എന്ന് ഓപ്ഷൻസ് തരാം. അപ്പോൾ ഏത്
ഏത് ഡെഫിനിഷനാണോ തരുന്നത് അതിനനുസരിച്ച് എഴുതുക. നമ്മളെപ്പോഴും വായിക്കുമ്പോൾ SCERT വായിക്കുമ്പോൾ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം എന്നും കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അന്യസംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം, സാംസ്കാരിക വ്യാപനം എന്നിവ സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ സ്വാധീനത്താൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ബാഹ്യ ഘടകങ്ങളും സാംസ്കാരിക മാറ്റത്തിന് കാരണമാകാറുണ്ട്. സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം തുടങ്ങിയവ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങളാണ്. ഈ ബാഹ്യ ഘടകങ്ങൾ സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ബാഹ്യ ഘടകങ്ങൾ, അതായത് ആന്തരിക ഘടകങ്ങളാണ് അന്യസംസ്കാരം ആർജിക്കുക, സാംസ്കാരിക സ്വാംശീകരണം നടക്കുക, സാംസ്കാരിക വ്യാപനം നടക്കുക എന്ന് പറയുന്നത്. പക്ഷേ ബാഹ്യ ഘടകങ്ങളുണ്ട്. അതേതൊക്കെയാണ്? സാംസ്കാരിക നവീകരണം, പാരിസ്ഥിതിക വ്യതിയാനം. ഇതെങ്ങനെയാണ് സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് പറയുന്നത്. വിവിധ തരം അടുപ്പുകൾ, പല രീതിയിലുള്ള അടുപ്പുകൾ കൊടുത്തിരിക്കുക. വിറകടുപ്പ്, മണ്ണെണ്ണ അടുപ്പ്, മണ്ണെണ്ണ അടുപ്പിൻ്റെ പ്രഷർ, ഇത് തിരി കൊളുത്തിയിട്ടുള്ളത്, ഇത് പ്രഷറുള്ളത്, ഗ്യാസ് അടുപ്പ്, ഇൻഡക്ഷൻ അടുപ്പ്, ഓവൻ, ഇങ്ങനെ പല രീതിയിലുള്ള അടുപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പാചകത്തിനായി ഉപയോഗിക്കുന്ന വിവിധ ഇനം അടുപ്പുകളുടെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ അടുപ്പുകളുടെ നിർമ്മാണത്തിലും പാചക രീതിയിലും മാറ്റമുണ്ടായി. ഇത് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ ഗണ്യമായി സ്വാധീനിച്ചു. സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന വികാസങ്ങൾ സാംസ്കാരിക നവീകരണങ്ങൾക്കിടയാക്കുന്നു. ഇന്ന് ഭക്ഷണം വാങ്ങുന്നതിനായി ഓൺലൈൻ സംവിധാനത്തെ കൂടുതലായി ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് നവീകരണം എന്ന് പറഞ്ഞാൽ പുതുതാക്കുക, സാംസ്കാരിക നവീകരണം. അതായത് ഒരു ഭക്ഷണത്തിൽ തന്നെ എന്താണ്, നമുക്ക് പല നവീകരണങ്ങൾ, പല രീതിയിലുള്ള അടുപ്പുകൾ വന്നതോടുകൂടി ഭക്ഷണ സംസ്കാരം തന്നെ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വന്ന് ഓൺലൈൻ സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് സാംസ്കാരിക നവീകരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല രീതിയിൽ, ഇപ്പോൾ ഡ്രസ്സിൻ്റെ ആണെങ്കിലും പല രീതിയിലാണ് മാറി ഓരോ കാലങ്ങൾക്ക് ശേഷം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം എന്താണ്, സാംസ്കാരിക നവീകരണത്തിന് ഉദാഹരണമാണ്. ഇനി പാരിസ്ഥിതിക വ്യതിയാനം എന്താണെന്ന് നോക്കാം. പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യജീവിതത്തിലും പ്രതിഫലിക്കാറുണ്ട്. നോക്കാം, ഇവിടെ 3 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ. അത്ര ക്ലിയർ അല്ല. ഉരുൾപൊട്ടൽ, വരൾച്ച, വെള്ളപ്പൊക്കം, അതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, വരൾച്ച, പ്രളയം, ഉയരുന്ന സമുദ്രജലനിരപ്പ് തുടങ്ങിയവ ജനങ്ങൾക്ക് സ്വന്തം പ്രദേശത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഇങ്ങനെ പ്രകൃതി ദുരന്തം, കാലാവസ്ഥാ വ്യതിയാനം എല്ലാം ഇങ്ങനെയുള്ള പാരിസ്ഥിതിക ഘടകങ്ങളെല്ലാം സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് അവിടെ നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കേണ്ടി വരുന്നു. അതും എന്താവുന്നു, സാംസ്കാരിക മാറ്റത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, സാംസ്കാരിക മാറ്റങ്ങൾ, ആന്തരിക ഘടകങ്ങളും ബാഹ്യ ഘടകങ്ങളും. ഇമ്പോർട്ടൻ്റ് ആണ് ആന്തരിക ഘടകങ്ങൾ, ബാഹ്യ ഘടകങ്ങൾ. ആന്തരിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ സാംസ്കാരിക വ്യാപനം, അന്യസംസ്കാരം ആർജിക്കൽ, സാംസ്കാരിക സ്വാംശീകരണം. ബാഹ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായ നവീകരണം, പാരിസ്ഥിതികമായ വ്യതിയാനം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇത് ബാഹ്യ ഘടകം ഏതാണ്, ആന്തരിക ഘടകം ഏതാണ് എന്ന് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ആന്തരിക ഘടകങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ 3 സാംസ്കാരിക വ്യാപനം, അന്യസംസ്കാരം ആർജിക്കുക, സാംസ്കാരിക സ്വാംശീകരണം. ബാഹ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, സാംസ്കാരിക നവീകരണവും പാരിസ്ഥിതിക വ്യതിയാനവും. ഇവിടെ സാംസ്കാരിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് വാർത്താ തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അത് ആന്തരിക ഘടകം ഏതാ, ബാഹ്യ ഘടകം ഏതാന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകുന്നു. അതായത് ഒരു സ്ഥലത്ത് നിന്ന്, പ്രകൃതി ദുരന്തത്തിൽ നിന്ന് അവർക്ക് വീട് നഷ്ടപ്പെട്ടിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് മാറി താമസിക്കേണ്ടി വരികയാണ്. അത് സാംസ്കാരിക വ്യാപനമാണോ, അന്യസംസ്കാരം ആർജിക്കലാണോ, സാംസ്കാരിക സ്വാംശീകരണമാണോ, പാരിസ്ഥിതിക വ്യതിയാനമാണോ, സാംസ്കാരിക നവീകരണമാണോ? അപ്പോൾ അതേതാണ്, പാരിസ്ഥിതിക വ്യതിയാനമാണ്. പാരിസ്ഥിതിക വ്യതിയാനമാണ് ബാഹ്യ ഘടകം കൊണ്ടുണ്ടാവുന്നതാണ്. എല്ലാ BPL കുടുംബങ്ങൾക്കും അടുക്കള നവീകരണത്തിന് സർക്കാർ പദ്ധതി. അടുക്കള നവീകരണത്തിന് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക നവീകരണമാണ്, നവീകരണം നടത്തുക. നിറങ്ങൾ വാരി വിതറി മലയാളികളും ഹോളി ആഘോഷിച്ചു. മലയാളികളും ഹോളി ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ് വരുന്നത്, അന്യസംസ്കാരം ആർജിക്കുകയാണ്. മറ്റുള്ളവർ ആ മറ്റൊരു സംസ്കാരത്തിന് അവരുടേത് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു സംസ്കാരം എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അന്യസംസ്കാരം ആർജിക്കുക എന്ന് പറയുന്നത്. വിദേശ പൗരത്വം നേടുന്ന മലയാളികളുടെ എണ്ണത്തിൽ വർധനവ് എന്ന് പറയുമ്പോൾ അത്
പൗരത്വം നേടുകയാണ് അപ്പുറം പോയി. അപ്പോൾ സാംസ്കാരിക സ്വാംശീകരണമാണ്. ഹോളിയും ഓണവും ഒരുപോലെ ആഘോഷിച്ച അതിഥി തൊഴിലാളികൾ, അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്നത് തന്നെ, നമ്മുടെ തനതായ ഫുഡും കഴിക്കുന്നുണ്ട്, വിദേശ ഫുഡും നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു സാംസ്കാരിക വ്യാപനമാണ്. അത് പഠിക്കുക, ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 5ാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ SCERTയുടെ ടെക്സ്റ്റ് കിട്ടാനില്ലാത്തവരുണ്ടെങ്കിൽ SCERTയുടെ ഒരു ചെറിയൊരു ബുക്കിലോട്ട് SCERT നോട്ട്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അറിയാവുന്ന പോയിൻറ്റ്സ് എഴുതണമെന്നില്ല, അറിയില്ലാത്ത പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടണമെന്നില്ല. ഇനി കിട്ടാനുള്ളവരിപ്പോൾ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളോട് ചോദിച്ചു നോക്കുക, മലയാളം ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നത് വരെ ബായ്.